പീരുമേട്ടിലെ തേയിലത്തോട്ടം പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന സിറിയക് തോമസ് എം.എൽ.എ. തകർന്ന ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിച്ചു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പീരുമേട് താലൂക്കിൽ 15ഓളം തേയിലത്തോട്ടങ്ങളാണ് അടഞ്ഞുകിടക്കുന്നത്. തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം. ഭവനം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കഴിഞ്ഞ സർക്കാർ നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് 32,454 തൊഴിലാളികൾ ഭവനരഹിതരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പീരുമേട്ടിൽ ഭവനരഹിതർക്കായി ഭൂമി കണ്ടെത്താൻ നടപടികളും തുടങ്ങി. എന്നാൽ ഇത് എങ്ങുമെത്തിയില്ല. ഭൂമിയും വീടുമില്ലാത്ത തൊഴിലാളികൾക്ക് ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വീടുകൾ നൽകാൻ നടപടിയുണ്ടാകണമെന്ന് പീരുമേട് എം.എൽ.എ. സിറിയക് തോമസ് ആവശ്യപ്പെട്ടു. ബജറ്റിൽ തൊഴിലാളികൾക്കായി ദീർഘകാല പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ ഇപ്പോൾ തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ പാർപ്പിട സംബന്ധമായ ഇതാണ്. എല്ലാ മഴക്കാലത്തും ഇപ്പോൾ ഉള്ള ലയങ്ങളൊക്കെ നശിച്ച് പോയേക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു പാർപ്പിട കാര്യത്തിൽ ഒരു മെച്ചപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് തോട്ടങ്ങളുടെ ഇപ്പോൾ നമ്മൾ കൃഷിയുടെ വൈവിധ്യങ്ങളൊക്കെ വരുത്തുന്നതിലുമൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി ആ കാര്യത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുമാണ്. പീരുമേട്ടിലെ തൊഴിലാളികൾക്കായി ഫ്ളാറ്റ് സമുച്ചയം പണിയുമെന്ന പ്രഖ്യാപനവും ഇതുവരെ നടപ്പായിട്ടില്ല. തകർന്നു വീഴാറായ ലയങ്ങളിൽ ജീവൻ മുറുകെ പിടിച്ചു കഴിയുന്ന ഇവർ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.